ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റ് ജെല്ലിയാണ്. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ പിന്നീട് ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ സ്വീറ്റ് ജെല്ലി തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചൈന ഗ്രാസ് ആണ്. ഞാനിപ്പോൾ ഒരു 5 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ചൈന ഗ്രാസ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇത് ഒരുപാട് കൂടിപ്പോകരുത്. കൂടിപ്പോയാൽ നമ്മൾ ജെല്ലി തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കും, നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവില്ല. അതിൻ്റെ പേരിൽ ഒരു 5 ഗ്രാം അളവിൽ എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. ഒരു പാനിലേക്ക് ഇനി 300 ml വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കൂടെ തന്നെ നമ്മുടെ ചൈന ഗ്രാസും കൂടി ചേർക്കുകയാണ്. ഇനി ഈ ചൈന ഗ്രാസ് എല്ലാം നല്ലതുപോലെ മെൽറ്റായിട്ട് വരണം. അതുവരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. നമ്മുടെ ചൈന ഗ്രാസ് എല്ലാം ഇപ്പം നല്ലതുപോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ചിട്ട് വരുന്നുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള മധുരമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ ഷുഗർ എടുത്തിട്ടുണ്ട്. 200 ഗ്രാം ആണ്. അതുകൂടി ചേർക്കുകയാണ്. ഇനി ഷുഗർ കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മെൽറ്റായിട്ട് വരണം. ഇത് വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. നമ്മൾ ഒരുപാട് ചേരുവകളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. നമ്മൾ ചേർത്ത് കൊടുത്ത ഷുഗറും ഇപ്പോൾ നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 500 ml പാലാണ് എടുത്തിട്ടുള്ളത്. അത് ചേർക്കുകയാണ്. പാല് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാലിന് ഒരുപാട് തിളച്ചിട്ട് വരണ്ട, ആ ഒരു രീതിയിൽ ചൂടാകണ്ട, ചെറിയ രീതിയിലൊന്ന് ചൂടായിട്ട് കിട്ടണം. ഇതിലിപ്പോൾ ആ പാലിൻ്റെ ഒരു പച്ച മണം ഉണ്ടാകും. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വാനില എസൻസിന് പകരം നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ പിസ്തയുടെ ഫ്ലേവർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബദാമിൻ്റെ മിക്സ് ചേർക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പക്ഷേ വാനില എസൻസ് ആകുമ്പോഴത്തേക്കും വേറൊരു പ്രത്യേക ടേസ്റ്റാണ് ഫ്രൂട്ട്സിൻ്റെ കൂടെ. പാലിപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. നമ്മളിനി ഒരുപാട് ഇത് ചൂടാക്കാൻ വേണ്ടി വെക്കരുത്, എങ്കിൽ പിന്നെ ചിലപ്പോൾ പാൽ പിരിഞ്ഞിട്ട് പോകും. അതിൻ്റെ പേരിൽ പാൽ നന്നായിട്ട് ചൂടായ ഉടൻ തന്നെ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരുപാട് തണുത്തിട്ട് പോകണ്ട, ചെറിയൊരു ചൂട് വേണം. ആ ഒരു രീതിയിൽ തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ജെല്ലി സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലൊരു ബൗളാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ബൗളായാലും മതിയാവും. ഗ്ലാസ് ബൗൾ തന്നെ വേണമെന്നൊന്നും ആവശ്യമില്ല. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വെക്കാം. ഞാനിപ്പോൾ സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. അതിനി ഇതിന് മുകളിലായിട്ട് സെറ്റ് ചെയ്യാം നമുക്ക്. ഞാനിപ്പോൾ ഇതുപോലെ നമ്മൾ സ്ട്രോബെറി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് വീണ്ടും മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കിവിയാണ്. ഇപ്പോൾ നമ്മുടെ കിവി ഫ്രൂട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഓരോ ലെയറും നമുക്ക് ചെറുതായിട്ടൊന്ന് തണുത്ത് ഒന്ന് ചെറുതായിട്ട് ജെല്ലി പോലെ ആയതിനു ശേഷം അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഇങ്ങനെ സ്റ്റെപ്പായിട്ട് നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇത് ഫുള്ള് നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിന് മുകളിലായിട്ട് വീണ്ടും നമുക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ഫ്രൂട്ട് ഗ്രേപ്സ് ആണ്, അതും ചേർക്കാം. പിന്നെ ഫൈനലി കുറച്ച് മാമ്പഴം കൂടി ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജെല്ലി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ഇത് സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കാമെന്നുള്ളതാണ്. അപ്പോൾ 1 മണിക്കൂർ നമുക്ക് ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതിയാവും. പുറത്ത് വെച്ചിരുന്നാലും ഇത് നന്നായിട്ട് തണുത്തിട്ട് വരുമ്പോഴത്തേക്കും നല്ലതുപോലെ സെറ്റായിട്ട് വരും. ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്കും അത് കുറച്ച് പെട്ടെന്ന് സെറ്റായിട്ട് വരും, അത്രയേ ഉള്ളൂ. പിന്നെ നല്ലതുപോലെ തണുത്തിട്ടും ഉണ്ടാവും. നന്നായിട്ട് തണുത്തിട്ട് കഴിക്കാനാണ് ഇത് കൂടുതൽ ടേസ്റ്റ്. എന്നാൽ ശരി, ഇത് 1 മണിക്കൂർ ഇതൊന്ന് ഫ്രിഡ്ജിൽ അങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ ജെല്ലി എല്ലാം നല്ല സൂപ്പറായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പുറത്ത് വെച്ചാലും ഇതുപോലെ തന്നെ സെറ്റായിട്ട് കിട്ടും. പക്ഷേ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നന്നായിട്ട് തണുത്തിട്ട് കിട്ടും. തണുത്തിട്ട് കഴിക്കാനാണ് ഇത് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ജെല്ലി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്.
സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് വിരുന്നുകാരൊക്കെ വീട്ടിൽ വരുമ്പോൾ നല്ല സൂപ്പറായിട്ട് അവർക്ക് ഇത് തയ്യാറാക്കി വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടികളൊക്കെ വളരെ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒന്നാണിത്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.